ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബികോം BBA സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിൽ എല്ലാ വർഷവും ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ബിസിനസ് റിസർച്ച് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. സോ ലെറ്റ് us discuss how to answer this question. First of all, we have to understand the meaning of research. So, എന്താണ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ദ വേർഡ് റിസർച്ച് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു വേർഡ്സ്, റീഡ് ആൻഡ് സെർച്ച്, വിച്ച് മീൻസ് സെർച്ച് അഗെയിൻ ആൻഡ് അഗെയിൻ. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം ബൈ സെർച്ചിങ് സം നോളേജ് ഓർ ഫാക്ട്സ്. അതായത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി വളരെ സിസ്റ്റമാറ്റിക്കായി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തതായി റിസർച്ച് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, എ റെക്കോർഡിംഗ് ആൻഡ് ആൻ അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളേജ്. കൂടുതൽ നോളേജ് കിട്ടുവാൻ വേണ്ടി എവിഡൻസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത് എന്നാണ് റോബർട്ട് റോസ് എന്ന വ്യക്തി അഭിപ്രായപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനീഷനാണ്. എപ്പോഴും ഒരു ഡെഫിനീഷൻ പഠിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. റിസർച്ച് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് ബിസിനസ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. Business research is a systematic method of finding solution to a business problem by searching some knowledge or facts. അതായത് നമ്മൾ പറഞ്ഞു, ഒരു പ്രോബ്ലത്തിൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ അതൊരു ബിസിനസ് പ്രോബ്ലത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് റിസർച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ റിസർച്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ നോളേജ് കിട്ടുവാൻ വേണ്ടി എവിഡൻസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിനെ ബിസിനസ് റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബിസിനസ് റിസർച്ചിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസർച്ച് എന്താണെന്നും ബിസിനസ് റിസർച്ച് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ യൂത്തിനിടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിം ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു പഠനം നടത്തുകയാണെന്ന് വിചാരിക്കുക. ഇതേ നമുക്കൊരു റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഒരു ഫേമിലെ സെയിൽസ് കുറയാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഒരു പഠനം നടത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് റിസർച്ച് എന്ന് പറയാം. അപ്പോൾ റിസർച്ചും ബിസിനസ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ ഫീച്ചറാണ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. അതായത് കൃത്യമായ ലക്ഷ്യത്തോടെയും കൃത്യമായ പ്ലാനോടുകൂടിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്ന ഒരു കാര്യമാണ് റിസർച്ച്. രണ്ടാമത്തെ പോയിന്റ്, ഡിസ്കവറി ഓഫ് ന്യൂ നോളേജ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ് ഫീൽഡിലുള്ള പുതിയ നോളേജ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് നോർമലി ബിസിനസ് റിസർച്ച് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. അതായത് ബിസിനസ്സിൻ്റെ ഭാവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ കണ്ടെത്താൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എപ്പോഴും ഒരു ബിസിനസ് റിസർച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു അച്ചീവ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് റിസർച്ച് നടത്തുന്നത്. ഓക്കെ, നമ്മൾ ബിസിനസ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ബിസിനസ്സിലെ പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ,
മാർക്കറ്റിലെ ട്രെൻഡിനെ കുറിച്ച് റിസർച്ച് ചെയ്ത ഒരു സ്ഥാപനത്തിന് പ്രൈസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വൺ, മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് റിസർച്ച് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ്. അതായത് മാത്തമാറ്റിക്സ്, സൈക്കോളജി, എക്കണോമിക്സ് പോലുള്ള പല ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഒരു ബിസിനസ് റിസർച്ച്. അതുകൊണ്ടാണ് ബിസിനസ് റിസർച്ചിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് കവേഴ്സ് ഓൾ റീജിയൻ ഇൻ വിച്ച് ദ ബിസിനസ് ഓപ്പറേറ്റ്സ്. അതായത് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി ബിസിനസ് കവർ ചെയ്യുന്ന എല്ലാ ഏരിയയിലും ബിസിനസ് റിസർച്ച് ബാധകമാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി അക്യുറേറ്റ്ലി. അതായത് ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റും പ്രോഫിറ്റബിലിറ്റിയും അക്യുറേറ്റ് ആയിട്ട് കണ്ടെത്തുവാൻ ഈ ഒരു ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി മീൻസ് ദ ബിസിനസ് റിസർച്ച് ഷുഡ് ബി ഓൾവേസ് ഫ്ലെക്സിബിൾ. അതായത് എന്തെങ്കിലും മാറ്റം വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരു ബിസിനസ് റിസർച്ച്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടെൻസ് ടു ഹാവ് എ ടൈം ലിമിറ്റ്. ഏതൊരു ബിസിനസ് റിസർച്ചിനും സമയപരിധി ഉണ്ടായിരിക്കും. ഇത്രയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ബിസിനസ് റിസർച്ചിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ബിസിനസ് റിസർച്ച് എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.